നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളയാരാ, അള്ളാഹുവിന്റെ പ്രവാചകനാരാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ കടമയാണ്. നിന്റെ മക്കളെ നന്നാക്കൽ നിന്റെ ബാധ്യതയാണ്. പഠിച്ചവനെ ഇന്ന് മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല, അള്ളയാരാണെന്നറിയില്ല. വാപ്പ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ കേറുന്നത്, വിഷമടിക്കാൻ കേറുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ മക്കള് രക്ഷപ്പെടൂ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്റെ സഹോദരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട്, നീ ഒരുത്തൻ കാരണമാണ് വാപ്പ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പിറപ്പുകളെ കാലുകൊണ്ട് തട്ടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് അവര് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറയുകയാ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകന് അതാ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് പറയുന്നു, അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ആ ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പടച്ചവനോട് പറയുകയാ, അല്ല വിളിക്കുന്നു ജിബ്രീലേ, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു. പടച്ചവനെ പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകൊണ്ട് താങ്ങിയെടുത്തു. അവിടെ ഒരു സൈഡിൽ കാണുന്ന പാറയുടെ പുറത്തിരുത്തിയെന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകന് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മകനതറിയില്ല, നിന്റെ മകൾക്കതറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ പോകുന്നത്, അവര് തലതിരിഞ്ഞു പോകുന്നത്, അവര് വിശ്വാസത്തിൽ വഴിപിഴച്ചു പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കടമയാണ് തന്റെ മക്കളെ നന്നാക്കലു, തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലു, തന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലു. അത് വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കടമ മക്കളോട്, മാതാപിതാക്കൾക്കുള്ള വാപ്പയ്ക്കുള്ള ഒന്നാമത്തെ കടമ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 2, ഈ ചെറിയ മകനോട് ചോദിച്ചു, മോനെ, ഇനി വാപ്പയ്ക്ക് മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കണം. ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഇവിടെ എന്ത് പറയുമെന്ന് എനിക്ക്. കരിവണ്ട എന്ന് പറഞ്ഞൊരു സാധനമില്ല, കരിവണ്ട എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു വാപ്പ തന്റെ മകനിട്ടിരുന്ന പേര് കരിവണ്ടെന്നായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ വാപ്പ തന്റെ പൊന്നാര മകനിട്ടിരുന്ന പേര് കരിവണ്ട് ജ്വാല. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കുന്നു. എന്നാ നിങ്ങളുടെ മക്കളുടെ പേരെന്താ? നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങളിൽ എത്ര പേർക്കാ നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം അറിയാം? എല്ലാം വെറൈറ്റിയുടെ കാലമാ. ഇന്നെല്ലാം വെറൈറ്റിയുടെ കാലം. എല്ലാവരും പുതുമയാ നോക്കുന്നത്. യൂട്യൂബിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. പണ്ടൊരുത്തം പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ട്, ഇതുവരെ അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. എന്താ പേരെന്ന് വെച്ചു പറയും, ഫാത്തിമ നിഫാസ്. തന്റെ മകൾക്കിട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവരക്തം. അടുത്തതിനെ ഹൈലൊന്നും കൂടി ഇട്ടാ മതിയായിരുന്നു. എടാ, ഇന്നത്തെ തലമുറ എന്തറിയോ? ഈ ഖത്തർ ലോകകപ്പ് നടന്നപ്പോ നമ്മുടെ സമുദായം, പേര് ഞാൻ പറയണില്ല, എന്തമാരിക്കാരനാണെന്ന് തോന്നുന്നു, തന്റെ അള്ളാഹു വർഷങ്ങൾക്ക് ശേഷം ഒരു മകനെ കൊടുത്തപ്പോ ആ മകനിട്ട പേര് മെസ്സി എന്നാ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കേ. മറ്റൊരു ചങ്ങാതി ഇട്ടിരിക്കുന്നത് മുഹമ്മദ് സുധാകരൻ എന്നാ മോന് പേരിട്ടിരിക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനോടുള്ള മഹബത്ത് കാരണം തന്റെ മകന് സുധാകരൻ എന്ന് പേരിട്ടിരിക്കുന്നു നമ്മുടെ ഉമ്മത്ത്.
നമ്മൾ ചിന്തിക്കേണ്ടത് മക്കൾക്ക് പേരിടുകയാണ്. എല്ലാവരും വെറൈറ്റിയാ ചിന്തിക്കുന്നത്. ആർക്കും അതിന്റെ അർത്ഥം വേണ്ട. എന്താണ് ഈ അർത്ഥത്തിന്റെ ഗുണമെന്താ? നല്ല പേരിടണമെന്ന് പറയാനുള്ള കാരണം എന്താ? എന്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. എന്റെ ഉപ്പ എനിക്കിട്ട പേര് 37 കൊല്ലം കൊണ്ട് ഞാൻ കേൾക്കണത് ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക് എന്ന് വിളിക്കുന്നതാ. എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാകും? ഇനി ഞാൻ മരിക്കുന്ന കാലം വരെ എന്നെ എല്ലാരും വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്ന. അല്ല ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ആ വിളി അല്ല കേട്ടത് കൊണ്ടാ ഇന്ന് ഞാൻ ഈ കസേരയിലും നിങ്ങൾ താഴെയും ഇരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് പേരിന്റെ വില. മക്കൾക്ക് നല്ല പേരിടണം, നല്ല അർത്ഥമുള്ള പേരിടണം മക്കൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ കൊടുങ്ങുന്നത് പഠിക്കണ കാലത്ത് പോലും ഞങ്ങൾ ആരും ഇത്രയും ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാകില്ല. എവിടെന്നെങ്കിലും ഒരു പേരും തപ്പിയിട്ട് വരും, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? എടാ, അറബി പേരുണ്ടെങ്കിലല്ലേ അർത്ഥം അറിയാം. എവിടെന്നെങ്കിലും യൂട്യൂബിൽ നോക്കി എവിടുന്ന് കിട്ടി? പഠിക്കണ കാലത്ത് പോലും നോക്കിയിട്ടുണ്ടാവോ? ഇവ ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയും ഞാനെന്ത് വേണം, ഒരു പേരിന്റെ അർത്ഥം പോലും അറിയില്ല. ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അതങ്ങനെയാണ് കളിയാക്കുന്നവരംഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പേരിനെ കുറിച്ച് നല്ല പേര് വേണം മക്കൾക്കിടാൻ. ചുമ്മാ അതെന്തെങ്കിലും വിട്ടിട്ട് കാര്യമില്ല. മക്കൾക്ക് നല്ല പേര് വെക്കണം. അത് വാപ്പയുടെ കടമയാണ്. ഭാര്യ പലതും പറയും, അവൾക്ക് ആഗ്രഹം ഉണ്ടാകും, അവൾക്ക് പല മോഹങ്ങൾ ഉണ്ടാകും, അവൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാകും. പരിഗണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. മക്കൾക്ക് നല്ല പേര് വെക്ക്. ഏതാ നല്ല പേര്? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് ഏതാ? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ഏതെങ്കിലും ഒരു അബ്ദുള്ള, ഒരൊറ്റ മനുഷ്യനുണ്ട്, അള്ളാഹു രക്ഷപ്പെടുത്തുമാ. അദ്ദേഹത്തിന്റെ ഉപ്പായിക്കും ഉമ്മായിക്കും അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അബ്ദുള്ള എന്ന പേര് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്നാ. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും ഒരാള്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. കാരണം അദ്ദേഹത്തിന്റെ അല്ലല്ലേ പേര്, വാപ്പയിട്ടതല്ലേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അള്ളാഹുടെ അടിമ. അതുകൊണ്ടാണ് നബി തങ്ങൾ എപ്പോഴും ഞാൻ അള്ളാഹുടെ അടിമയാണെന്നാ പറയാ പരിചയപ്പെടുത്തുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നിങ്ങൾ എന്തിനാ ഉസ്താദിന്റെ അടുക്കൊന്നും ചോദിക്കണ്ടല്ലോ. അള്ളാന്റെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ അർത്ഥം നോക്കണേ? പരിശുദ്ധമായ ഖുർആൻ ബദരീങ്ങളില്ലേ, സഹാബത്തില്ലേ, 313 സഹാബത്തില്ലേ, വെറൈറ്റി പേരുകളില്ലേ. എന്തിനാ ഖുർആൻ നോക്ക്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. وَإِنَّا أَرْسَلْنَاكَ شَاهِدًا وَمُبَشِّرًا وَنَذِيرًا وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ وَسِرَاجًا مُنِيرًا. ഖുർആൻ നോക്കിക്കേ. ഇന്നാ അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബസ്സിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ പേരാടോ? ഇതൊക്കെ പഴയതാണ് ഇപ്പൊ പറയാ. എന്തിനാ? 313 സഹാബത്തുണ്ടല്ലോ ബദരീങ്ങൾ. അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയടോ. എന്താ അതൊക്കെ ബദരീങ്ങളും ഇല്ലാതായോ? ബദരീങ്ങളില്ലാതായോ? മഹാന്മാരും ബദരീങ്ങളും ഔലിയാക്കന്മാരൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയുന്ന സമൂഹമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ബദരീങ്ങളുടെ പേര് 313 സഹാബത്ത്. എന്നാ വെറൈറ്റി പേരാന്നറിയോ? ആ മജ്‌ലിസിനൂറൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ, എന്തെല്ലാം പേരുകൾ, എന്തെല്ലാം പേരുകൾ. ഞാൻ പറയുന്നത് മക്കൾക്ക് നല്ല പേര് വെക്ക്, മക്കൾക്ക് നല്ല പേര് വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേര് വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്റെ മകന്റെ പേര്, ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. മക്കൾക്ക് നല്ല പേര് വെക്കണം. നിങ്ങൾ മകനിട്ടിരിക്കുന്ന പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മിസ്അബ്, ഉമൈർ, സഅദ്, നല്ല മനോഹരമായ പേര്. ആയിഷ, ഫാത്തിമ, ഖദീജ, മൈമൂന, നഫീസ, മനോഹരമായ പേരുകൾ, മഹദിമാരുടെ പേരുകൾ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകന് ഒരു വാപ്പ ഇട്ടിരിക്കുന്ന പേര് മുഹമ്മദ് ഹസൻ, അല്ലെങ്കിൽ ആയിഷ, അല്ലെങ്കിൽ ഖദീജ, അല്ലെങ്കിൽ ഫാത്തിമ. നമ്മുടെ മക്കൾക്ക് അർത്ഥമുള്ള പേര് വെച്ചിട്ടുണ്ട്. എത്ര പേരാണ് ആ പേര് വിളിക്കുന്നത്? എടാ, ഇന്ന് ഉപ്പായും ഉമ്മായും അബൂബക്കർ എന്ന് പേരിട്ടവൻ, അല്ലെങ്കിൽ ഹസൻ എന്ന് പേരിട്ടവൻ, മോനെ ഹസനെ എന്ന് വിളിക്കേണ്ടതിന് പകരം മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ, ചുമ്മാതല്ല അവൻ കൂമ്പിടിച്ചു പാട്ടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, മകന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്ന് പേരിട്ടിട്ട് വാപ്പ അവനെ വിളിക്കുന്നത് അക്കൂന്ന. അക്കൂന്ന് പറഞ്ഞ എന്താ?
ബാലരമയ്ക്കകത്തുള്ളൊരു ജീവിയുടെ പേരാണ് എന്റെ ഓർമ്മ. ചുമ്മാതല്ല, അവൻക്ക് നാൽക്കാലിയെ പോലെ നിന്നോട് പെരുമാറുന്നു. അക്കൂന്നും എടാ, ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ലോകത്ത് ഏത് നബി ദുആ ചെയ്താലും സ്വീകരിക്കോ? ഒരു വാപ്പ ഒരു ഉമ്മ തന്റെ മകന് ദുആ ചെയ്ത അതിനേക്കാളും വലിയ ദുആ. ഒരു ഉമ്മ തന്റെ നാവ് കൊണ്ട് എടാ നന്മയുള്ളവനെ, എടാ നന്മയുള്ളവനെ എന്ന് 100 വട്ടം വിളിക്കുമ്പോ ഒരു വട്ടമെങ്കിലും അല്ലാഹ് കേൾക്കത്തില്ലേ ഉമ്മ? അത് നമ്മൾ വിളിക്കൂല. പെണ്ണും കെട്ടി 2 മക്കളായി ഇപ്പോഴും വാവേനാ വിളിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം മക്കളെ വിളിക്കുന്നത് എടോ മക്കളുടെ പേര് വിളിക്ക്. നീ മോനേന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മോളേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഇഷ്ടമുള്ളവര് വിളിക്ക്. പക്ഷെ നിന്റെ മക്കൾക്ക് നീ നല്ല പേരിട്ടാൽ ആ നല്ല പേര് വിളി. പേരിന്റെ വില എന്താ? ആ പേരിന്റെ അർത്ഥം ആ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. കൊച്ചുകുട്ടികൾ ജനിച്ചാൽ അവർക്ക് തൊട്ടുകൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തൊട്ടുകൊടുക്കണ്ടേ? തൊട്ടുകൊടുക്കണ്ടേ? ഈ തൊട്ടുകൊടുക്കുന്നതിൽ വല്ല പ്രയോജനമുണ്ടോ? തൊട്ടുകൊടുക്കുന്നതിൽ വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരാം. കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേന്ന്. കുരുത്തക്കേട് കാണിക്കുമ്പോ ഇവൻ ആരാ തൊട്ടുകൊടുത്തേ? ആ ഇന്ന മനുഷ്യൻ. ഓ, അങ്ങാരുടെ സ്വഭാവമല്ലേ ഇവൻ കാണിക്കൂ. എടോ, നല്ലവരെ കൊണ്ട് വേണം തൊട്ടുകൊടുപ്പിക്കാൻ. അല്ലാഹുവേ, നിസ്കാരമുള്ള പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ വേണം മക്കൾക്ക് തൊട്ടുകൊടുക്കാൻ. കാരണം ആ തൊട്ടുകൊടുക്കുന്നവന്റെ സ്വഭാവ ഗുണം ആ മക്കൾക്ക് ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് ഇഖാമത്ത് പോലും ഇല്ല എന്ന് പറയുന്ന കാലമില്ലേ? ബാങ്ക് ഇഖാമത്ത് പോലും വിളിക്കാൻ പാടില്ല എന്ന് അതൊക്കെ പുതുതായി വന്നേന്ന് പറയുന്ന കാലവാ. അതങ്ങനെ ഇനി പലതും വരാനിരിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം കഴിയുമ്പോൾ ഇതുപോലെയുള്ള നേർച്ചകളും മുറൂസുകളും സ്വലാത്ത് മജ്‌ലിസുകളും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് നല്ല പേര് വെക്ക്. പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നിന്റെ നാവ് കൊണ്ട് വിളിക്ക്. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു ആ വിളി കേൾക്കും. നമ്മുടെ മക്കൾ നന്നാകാൻ അതൊരു കാരണമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മക്കളുടെ പേര്, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാ. ഇന്ന് വീട്ടിൽ വരുമ്പോ വാപ്പായോട് ഉമ്മായോടും മക്കൾ ചോദിക്കും, ഉമ്മ എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? നാളെ ഉസ്താദന്മാരൊക്കെ വരും. അള്ളാഹുവെ സൂക്ഷിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളെ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് ചോദിക്കും എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? വാപ്പ ഫേസ്ബുക്ക് എടുക്കേണ്ടി വരും രാത്രി. അവിടെ രാജകുമാരൻ എന്നും രാജകുമാരി എന്നും എന്തൊക്കെ വെറൈറ്റി പേരുകളാ. വെറൈറ്റി പേരുകൾ ചോദിക്കുന്ന കാര്യം. ഇന്നത്തെ പെണ്ണുങ്ങൾ പേരുകൾ വലിയ വിഷയമാ. ഇന്ന് ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പേര് മാറും. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേര് മാറി. എന്റെ ഭാര്യയുടെ പേര് സുമയ്യ. അള്ളാഹു അവൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കല്യാണം കഴിയുമ്പോൾ പെണ്ണിന്റെ പേര് മാറും സുമയ്യ സിറാജ്. കാരണം കെട്ടിയത് ഞാനായതുകൊണ്ട്. ഇന്ന് കല്യാണം കഴിയുമ്പോ പെണ്ണുങ്ങളുടെ പേര് മാറും. എന്നാ പെണ്ണുങ്ങൾ പഠിച്ചു വെച്ചോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. ഒരാളുടെ പേരിന്റെ കൂടെ, നിന്റെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. അത് ആരുടെ പേരാണെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ പേര്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം വാപ്പയുടെ പേരല്ലാതെ വേറൊരു പേര് ചേർക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഫാത്തിമ അലി എന്നാണോ? അല്ല, നബി തങ്ങളുടെ പേര് വാപ്പയുടെ പേരാ ചേർക്കുക. ഖത്താബിന്റെ മകൻ ഉമർ തങ്ങളുടെ വാപ്പ ഖത്താബ്, ആ മനുഷ്യനിലേക്ക് ചേർത്ത് പിതാവിലേക്ക് ചേർക്കുക. അല്ലാതെ ഭർത്താവിന്റെ പേര് കൂടെ ചേർത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് പോകും. അതെന്താ നീ തിരിയാത്തെ? ഭർത്താവ് നീയും തമ്മിലുള്ള ബന്ധം എപ്പോ വേണമെങ്കിലും തീരാം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പിന്നെ ആധാര തിരുത്താൻ നടക്കണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ നല്ല പേരിടണം മക്കൾക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 3 ഇതുകൂടെ പറഞ്ഞു പിരിയാം. 3, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള 3ാമത്തെ കടമ, വാപ്പ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മകനോട് ചോദിച്ചു, നിന്റെ വാപ്പ നിനക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഖുർആനിലെ ഒരു ഹർഫ്,
എന്റെ വാപ്പ എനിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരക്ഷരം എനിക്ക് എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിരന്നിരിക്കുന്ന ഉപ്പമാരോട് നിന്റെ കടമയാണ് നിന്റെ മക്കൾക്ക് അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കൽ. ഉസ്താദിന്റെ ജോലിയല്ല, നിന്റെ ജോലിയാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളയാരാ, അള്ളാഹുവിന്റെ പ്രവാചകനാരാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ കടമയാണ്. നിന്റെ മക്കളെ നന്നാക്കൽ നിന്റെ ബാധ്യതയാണ്. പഠിച്ചവനെ ഇന്ന് മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല, അള്ളയാരാണെന്നറിയില്ല. വാപ്പ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ കേറുന്നത്, വിഷമടിക്കാൻ കേറുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ മക്കള് രക്ഷപ്പെടൂ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്റെ സഹോദരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട്, നീ ഒരുത്തൻ കാരണമാണ് വാപ്പ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പിറപ്പുകളെ കാലുകൊണ്ട് തട്ടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് അവര് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറയുകയാ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകന് അതാ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് പറയുന്നു, അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ആ ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പടച്ചവനോട് പറയുകയാ, അല്ല വിളിക്കുന്നു ജിബ്രീലേ, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു. പടച്ചവനെ പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകൊണ്ട് താങ്ങിയെടുത്തു. അവിടെ ഒരു സൈഡിൽ കാണുന്ന പാറയുടെ പുറത്തിരുത്തിയെന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകന് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മകനതറിയില്ല, നിന്റെ മകൾക്കതറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ പോകുന്നത്, അവര് തലതിരിഞ്ഞു പോകുന്നത്, അവര് വിശ്വാസത്തിൽ വഴിപിഴച്ചു പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കടമയാണ് തന്റെ മക്കളെ നന്നാക്കലു, തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലു, തന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലു. അത് വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മക്കളെ നന്നാക്കേണ്ട ബാധ്യത വാപ്പയ്ക്ക. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരാ, നിങ്ങൾ ആദ്യം വെച്ചില്ലേ, പിന്നെ നിങ്ങൾ മാറ്റി. ആ ഒരു വെടികെട്ട് കിട്ടപ്പോ അത് പോയി, കത്തിയതൊന്നും അല്ല, ആ പഴയതുപോലെ തന്നെ വെച്ചാല്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, 7 വയസ്സുള്ള കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ മക്കളെ? അടിച്ച് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് കേട്ടോ മക്കളെ, നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്ക്. 4 പേരുണ്ട്, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ബാക്കിയിരിക്കണ എല്ലാ ആണുങ്ങളുടെയും മക്കൾ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ല, ഞാൻ നിങ്ങളെ പോലെ ചോറുണ്ണുന്നവനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, മക്കള് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം. വാപ്പയെങ്ങാനും നിസ്കരിക്കാൻ പോടാന്ന് പറഞ്ഞിട്ട് മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. പണ്ടൊരുത്തൻ ഹജ്ജിന് പോയിട്ട് ജംറയിൽ ചെന്നിട്ട് കല്ലെറിയുമ്പോ ഇബ്ലീസ് ചോദിച്ചു, അത്ര അളിയാ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്, നീ എന്നെ എറിയുന്നോടാ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന പോലെ നിസ്കരിക്കാൻ പോകാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാൻ വാപ്പ പോയാ മക്കള് വാപ്പാനോട് പറയും, ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോ, പിന്നെ എന്നെ തല്ലാൻ വാ. ആദ്യം നിങ്ങളൊന്ന് നന്നാക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ആദ്യം നീ നന്നാക്. നീ നന്നായാൽ നിന്റെ മക്കള് നന്നാകും.
ആദ്യം നീ നന്നാക്, നീയും നിന്റെ ഭാര്യയും നന്നാക്, നിന്റെ മക്കൾ നന്നാകും. നീ നന്നാകാതെ മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നീ നല്ലവനാണെങ്കിൽ നിന്റെ മക്കളോട് നന്നാകാൻ പറയണ്ട. ഉദാഹരണം, നിന്റെ ഭാര്യ നിസ്കരിക്കുമല്ലോ. ചെറിയ മക്കള് വീട്ടിലുള്ള ഉമ്മമാർ അവര് നിസ്കരിക്കുമ്പോ ഉമ്മാടെ മുമ്പിൽ വന്ന് നിക്കറിട്ടില്ലെങ്കിലും സുജൂദിൽ കിടക്കും ഈ കൊച്ചു മക്കള്. വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ, നിത്യമായി നിസ്കരിക്കാൻ പോകുന്ന വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ ചെറിയ മക്കള് ചോദിക്കും, ഇന്ന് പള്ളിയിൽ പോയില്ലേ വാപ്പ, എന്ത് പറ്റി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം നന്നാകേണ്ടത് നമ്മളാണ്. നമ്മൾ നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാവുകയാണ് എന്ന് ഉപ്പമാര് പടച്ചറപ്പ്. നന്നാക്കാ സമയമില്ലടോ, നമ്മൾ നന്നാകണം, നമ്മൾ നന്നാകണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ ദുആ ചെയ്യണേ. നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ ചെയ്യണേ. പെണ്ണ് കെട്ടിയവനും കെട്ടാത്തവനും എല്ലാവരും പറയേണ്ട ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എന്താണ് പറയുന്നതെന്നറിയോ? പടച്ചവരേ, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണേ പടച്ചവനെ. അവരെ നല്ലവരാക്കണേ, അവരെ നല്ലവരാക്കണേ അല്ലാഹുവേ. എന്നിട്ട് പടച്ചവനോട് പറയുകയാ,